താരസംഘടനയായ അമ്മയ്ക്കുള്ളിലെ ഏറ്റവും വലിയ സൈലന്റ് കില്ലർ പോയിസൺ സരയു മോഹനാണെന്ന് നടി മായ വിശ്വനാഥ്. മുൻപ് സംഘടനയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം ആരംഭിച്ച സമയത്ത് സരയു മോഹന്റെ ഭർത്താവ് 2.5 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്കുള്ളിൽ വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നുവെന്ന് മായ വിശ്വനാഥ് പറയുന്നു. അമ്മയിലെ ഔദ്യോഗിക ഇമെയിലുകളും എക്സിക്യൂട്ടീവ് യോഗങ്ങളിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള തീരുമാനങ്ങളും ഓൺലൈൻ ചാനലുകളിലേക്ക് നിരന്തരം ചോരുന്ന സാഹചര്യമുണ്ടെന്നും മായ ആരോപിച്ചു. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ധ്യാൻ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ യുവാക്കൾ സംഘടന ഏറ്റെടുക്കണമെന്നും മായ പറയുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സൈലന്റ് കില്ലർ പോയിസൺ അത് സരയു മോഹൻ തന്നെയാണ്. ആ സത്യം സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും കൃത്യമായി അറിയാം. പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മുൻപ് കുടുംബ സംഗമം ആരംഭിച്ച സമയത്ത് സരയു മോഹന്റെ ഭർത്താവിന് 2.5 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ കൊടുത്തിരുന്നു. അന്ന് ഞങ്ങളൊക്കെ അതിനെ ശക്തമായി ചോദ്യം ചെയ്തതാണ്. അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷനിലേക്ക് ഞാൻ വ്യക്തിപരമായി അയച്ചൊരു ഇമെയിൽ എങ്ങനെയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് ചോർന്നു കിട്ടിയത്? അമ്മ സംഘടനയിൽ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. ശ്വേത മേനോൻ തിരിച്ചു വരുന്നു, എന്നാൽ രാജിവെച്ച പലർക്കും ഇപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അതേസമയം മായ വിശ്വനാഥ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വൈറലായി മാറുകയാണ്. ഇതെല്ലാം ദിലീപേട്ടന്റെ കണ്ണുനീരാണെന്നും ദിലീപേട്ടൻ തിരിച്ചു വരണമെന്നും അമ്മയിലേക്ക് ദിലീപേട്ടൻ മടങ്ങി വരണമെന്നുമാണ് മായ വിശ്വനാഥ് പറഞ്ഞത്. ഒരു വലിയ ഞെട്ടലും കോളിളക്കവും ഒക്കെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇതെല്ലാം ദിലീപിന്റെ കളിയാണ്. ദിലീപിന് അമ്മയിലേക്ക് തിരിച്ചെത്താനുള്ള, അല്ലെങ്കിൽ ദിലീപ് അമ്മയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇതെല്ലാം എന്ന് പലരും തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം അങ്ങനെയല്ല എന്ന രീതിയിലായിരുന്നു ദിലീപിന്റെ പോക്കും പെരുമാറ്റവും ഒക്കെ. എന്നാൽ അമ്മയിൽ ദിലീപിന് ഇപ്പോഴും വലിയൊരു ശതമാനം പേരുടെ പിന്തുണയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ദിലീപ് മടങ്ങി വരണമെന്ന് പറയുമ്പോൾ അമ്മയിൽ നിന്നും ഇറങ്ങിപ്പോയ ഭാവന, മഞ്ജു വാര്യർ തുടങ്ങി നിരവധി താരങ്ങളെ ഇതുവരെയും അമ്മ ഇപ്പോഴും ഈ വനിതാ സംഘടന വന്നപ്പോഴും അവരെ തിരിച്ചു വിളിച്ചിട്ടില്ല. അതെല്ലാം അൻസിബ ചോദ്യം ചെയ്തിരുന്നു. അതിനിടയ്ക്കാണ് ഇങ്ങനെയൊരു ദിലീപിനെ തിരിച്ചു വിളിക്കണം എന്നൊരു ആവശ്യം വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അമ്പരപ്പ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും മായ വിശ്വനാഥിനെ പോലെ അൻസിബയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളിൽ നിന്ന് വരുമ്പോൾ. രാജി നൽകിയതിന് പിന്നാലെ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടനും തിരക്കഥാകൃത്തുമായ ജോയ് മാത്യു. ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സംഘത്തിനൊപ്പം തനിക്ക് തുടരാനാകില്ലെന്നും ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങളുടെ ഫലമാണ് അനുഭവിക്കുന്നതെന്നും ജോയ് മാത്യു പറഞ്ഞു. അമ്മ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ 2 മാസം മുൻപ് രാജിക്കത്ത് കൊടുത്തിരുന്നു. എന്നാൽ രാജിവെക്കരുതെന്നും മാധ്യമങ്ങളിൽ വാർത്തയാകുമെന്നും അന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതി രാജിയുമായി മുന്നോട്ട് പോയില്ല. ഇപ്പോൾ പിടിപ്പുകേട്, വിവരമില്ലായ്മ, പരസ്പരം കുറ്റപ്പെടുത്തൽ, പോലീസ് കേസ് തുടങ്ങിയ കാരണം സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. സംഘടനയുടെ പ്രതിച്ഛായ തകർന്നു. ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സംഘത്തിന്റെ കൂടെ തുടരാൻ എനിക്ക് കഴിയില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്നെ പിന്തുണയ്ക്കുന്ന 2-3 പേരേ ഉള്ളൂ. വിവരമുള്ള മുതിർന്ന അംഗങ്ങളുണ്ട്. ഭൂരിപക്ഷം മണ്ടന്മാരും അവരുടെ അഭിപ്രായത്തെ അംഗീകരിക്കില്ല. എന്നിട്ട് മണ്ടത്തരം ചെയ്യും. ഈ മണ്ടത്തരങ്ങളുടെ ആകെ തുകയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നും ജോയ് മാത്യു പറഞ്ഞു. അമ്മയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് ജോയ് മാത്യുവും കൈലാഷും രാജിവെച്ചത്. കടുത്ത ആഭ്യന്തര കലഹവും പ്രതിസന്ധിയുമാണ് ഇത് ഉണ്ടാക്കിയത്. മുൻ ഭരണസമിതി അംഗങ്ങളായ ജോയ് മാത്യുവും ജയൻ ചേർത്തലയും കൈലാഷും സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെക്കുകയായിരുന്നു. ഇരുവരും തങ്ങളുടെ രാജിക്കത്ത് അമ്മയുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് അയക്കുകയായിരുന്നു. നേരത്തെ പൊതുയോഗത്തിൽ വെച്ച് രാജി പ്രഖ്യാപിച്ചെങ്കിലും ഇരുവരും ഔദ്യോഗികമായി രാജിക്കത്ത് സമർപ്പിച്ചിരുന്നില്ല. എന്നാൽ താരസംഘടനയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് താൻ ഇപ്പോഴും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയാണെന്ന് നടി ശ്വേത മേനോൻ വ്യക്തമാക്കിയതിനു ശേഷമാണ് ജോയ് മാത്യുവും ജയൻ ചേർത്തലയും കൈലാഷും അമ്മയുടെ ഇമെയിലിലേക്ക് ഔദ്യോഗികമായി രാജി സന്ദേശം അയച്ചത്. വൈസ് പ്രസിഡന്റായിരുന്ന ലക്ഷ്മിപ്രിയ രാജി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇമെയിലിലേക്ക് രാജി സന്ദേശം അയച്ചിട്ടുണ്ട് എന്ന് ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അഡ്ഹോക് കമ്മിറ്റി യോഗത്തിന് ശേഷം രമേശ് പിഷാരടിയും കെ.ബി. ഗണേഷ് കുമാറും മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മുൻ ഭരണസമിതി അംഗങ്ങൾ ആരും തന്നെ ഔദ്യോഗികമായി രാജിക്കത്ത് നൽകിയിട്ടില്ല എന്ന വിവരം പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ താൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അമ്മയെ അനാഥമാക്കിയിട്ടുമില്ല, തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ പടിയിറങ്ങില്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ശ്വേത മേനോൻ രംഗത്തെത്തിയിരുന്നു. സംഘടനയെ തകർക്കാനും ഹൈജാക്ക് ചെയ്യാനും ചില നിക്ഷിപ്ത താൽപര്യക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ രാജിവെക്കണമെന്ന കൃത്യമായ അജണ്ടയോടെയാണ് ചിലർ ജനറൽ ബോഡി യോഗത്തിലെത്തിയതെന്നും ശ്വേത ആരോപിച്ചു.
അമ്മയുടെ ബൈലോ പ്രകാരം അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനമില്ല. ഒരു കമ്മിറ്റി പൂർണ്ണമായി രാജിവെക്കുകയാണെങ്കിൽ പുതിയ തെരഞ്ഞെടുപ്പിലൂടെ മറ്റൊരു ഭരണസമിതി വരുന്നതുവരെ പഴയ കമ്മിറ്റി തന്നെ തുടരേണ്ടതുണ്ട്. മുൻപ് മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി രാജിവെച്ചപ്പോഴും ഈ രീതിയാണ് പിന്തുടർന്നത്. എന്നാൽ തങ്ങളുടെ കമ്മിറ്റിയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ മാനദണ്ഡം ബാധകമാകാത്തതെന്നും ശ്വേത ചോദിക്കുന്നുണ്ട്. അമ്മയുടെ മുൻ ഭരണസമിതി ഔദ്യോഗികമായി രാജിവെക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും മുൻ ഭാരവാഹികൾ തന്നെയാണ് നിയമപരമായ സ്ഥാനങ്ങളിൽ തുടരേണ്ടത് എന്നുള്ള ചർച്ചകൾ ഇതോടെ സജീവമായിട്ടുണ്ട്. നിലവിലെ അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗങ്ങളും തീരുമാനങ്ങളും നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ കോടതിയെ സമീപിക്കാനാണ് സാധ്യത. നിലവിൽ ജെയിൻ ചേർത്തലയും ജോയ് മാത്യുവും കൈലാഷും മാത്രമാണ് ഔദ്യോഗികമായി രാജി സമർപ്പിച്ചിട്ടുള്ളത്. ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു. വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയയും ഔദ്യോഗികമായി രാജി സന്ദേശം അയച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ ഉൾപ്പെടെയുള്ള മറ്റ് ഔദ്യോഗിക പ്രധാന ഭാരവാഹികൾ ഔദ്യോഗികമായി രാജി നൽകാത്തതിനാൽ അമ്മ വലിയൊരു നിയമ പോരാട്ടത്തിലേക്കും ഭരണഘടനാ പ്രതിസന്ധിയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. സിബയുടെ അനിയന്റെ കല്യാണം എന്തിനു എന്നെ വിളിച്ചു? ഞാൻ പോയല്ലോ. അപ്പൊ ഭീഷണിപ്പെടുത്തിയ ഒരാളാരും വിളിക്കുവോ? എന്റെ ചോദ്യത്തിന്റെ മറുപടി ഒന്ന് പറ. അങ്ങനെ ഭീഷണിപ്പെടുത്തി വിളിക്കുവോ? ആ കുട്ടി തന്നെ എൻ്റെ വാട്സപ്പിലേക്ക് അനിയൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇട്ട് തന്നത്, താങ്ക്സ് അയച്ചത് അൻസിബ. എനിക്ക് അൻസിബോട് ഒരു പിണക്കവും ഇല്ല. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ രീതിയിൽ കുറേ എന്നോട് ചോദിച്ചു, അതിനുള്ള മറുപടിയാണിത്. എങ്ങനെയാണ് ഞാനത് അറിഞ്ഞത്? എനിക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയ വിവരമാണ്. ചേച്ചി അങ്ങനെ ചോദിക്കുമ്പോ അമ്പലക്കാരെങ്ങനെ ഇവര് ഈ പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പിൽ നടന്ന സുതാര്യമായ ഒരു വിഷയം അമ്പല കമ്മിറ്റിക്കാരെങ്ങനെ അറിഞ്ഞു? എങ്ങനെയാണ് ലക്ഷ്മിപ്രിയയുടെ വോയിസ് പുറത്തു പോയത്? അതെ അതൊക്കെയാണ് ചോദ്യം. അപ്പൊ നമുക്കറിയില്ല ഇതിനകത്ത് ആരാണ്, നമുക്ക് എങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും വളർന്ന സമയമാണ്. ആ ഒരു വോയിസ് പോയത് കണ്ടുപിടിക്കാമെങ്കിൽ അമ്പല കമ്മിറ്റിയിലേക്ക് വോയിസ് പോയത് ആരെ പറഞ്ഞിടത്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചില്ലല്ലോ. അതിന്റെ പുറകെ ആരും പോയില്ല. എന്താ പോവാഞ്ഞ്? ഈ ലക്ഷ്മിപ്രിയ പറഞ്ഞ വോയിസ് ആരായിട്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞല്ലോ കണ്ടുപിടിക്കണമെന്ന്. ആര് കേൾക്കാൻ കേട്ടില്ല. ഇപ്പോ അൻസിബ പറഞ്ഞ എനിക്ക് അമ്പലത്തിൽ നിന്നാണ് എന്നെ വിളിച്ച് ചോദിച്ചത്, എനിക്ക് കമ്മിറ്റിക്കാരും പറഞ്ഞിട്ടില്ല. അമ്പലത്തിൽ നിന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അൻസിബയെ വിളിച്ച് ചോദിച്ചത്. അല്ലാതെ എനിക്ക് അൻസിബയോട് ഒരു കണക്കൊണ്ടായിട്ട് ചോദിച്ചതൊന്നുമല്ല. എന്താ മോളെ ചാരിട്ട് നമ്മുടെ അമ്മമാർക്ക് കിട്ടുന്നല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ അപ്പം തന്നെ ആ കുട്ടി മോളിൽ സ്റ്റേജിൽ വന്നു, ചേച്ചി പോട്ടെ ചേച്ചി ഞങ്ങൾ തമ്മിൽ അന്ന് അമ്മയുടെ സ്റ്റേജിൽ വന്ന് അൻസിബ ഓടി വന്ന്, ഞാൻ അപ്പം തന്നെ അവൾ ഓടി വന്നു ചിരിച്ചിട്ട് കെട്ടിപ്പിടിച്ച്. എനിക്ക് പിണക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അൻസിബയോട് എന്ത് പിണക്കം? ഞാനത് അവിടെ തീർത്തു. എനിക്കിപ്പോൾ അവളെ ഒരു ഇതും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ എന്താ ടീനയുടെ കാര്യമാണ്. ഒരു തെളിവ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. എന്താണ് പറഞ്ഞെന്നുള്ളത് അതെല്ലാവരും ചോദിക്കുന്നതിൻ്റെ ഞാൻ ചോദിച്ചോളൂ. എന്നോട് ഒന്നും ചെയ്ത് എന്നോട് ഇപ്പൊ എങ്ങനെ ഒരാൾ പെരുമാറുന്നു ഞാൻ അതാ നോക്കാറ്. മറ്റുള്ളവരോട് പെരുമാറുന്നത് അവര് നോക്കിക്കൊള്ളാം. അതെ, ഈ അൻസിബ ഹസന് സംസാരിക്കാൻ ഒരു വേദി ആരും നൽകിയില്ല. പിന്നെ കുറെ പേരോട് റിക്വസ്റ്റ് ചെയ്തതിന് ഉച്ചയ്ക്ക് ശേഷമാണ് അതും ഒരു അരമണിക്കൂർ എനിക്ക്. അപ്പൊ അൻസിബ സംസാരിച്ച സമയത്ത് എല്ലാരും സൈലന്റ് ആയിരുന്നു എന്ന് ഇങ്ങനെ മാലാപാർവതി ചേച്ചി പറഞ്ഞു. എല്ലാവരും മിണ്ടാതെ ഇരുന്നു, ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. സത്യാവസ്ഥ വേറെയാണ് അതിനകത്ത്. അതെ, അത് ലക്ഷ്മിപ്രിയ ചേച്ചി പറയുന്നത് ഞാൻ കേട്ടു. സത്യം എന്താണെന്നറിയോ? ഈ അൻസിബ സംസാരിക്കാൻ കയറിയപ്പോ ശ്വേതാ മേനോനടക്കം എല്ലാവരും പുറത്തു പോയായിരുന്നു. അവരൊക്കെ വെളിയിലുണ്ടായിരുന്നത്. അത് CCTV കിട്ടിയാൽ അറിയാൻ പറ്റും. കാരണം അൻസിബ സംസാരിക്കുന്ന പറഞ്ഞിട്ട് പോയതല്ല. അതിനു മുമ്പ് ഈ പ്രശ്നങ്ങൾക്ക് എന്തോ സംസാരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഡിസ്കഷൻ ആയിട്ട് പുറത്തേക്ക് പോയി അവിടെ സംസാരിക്കാന്നും പറഞ്ഞ്. തിരിച്ചു വന്നപ്പോൾ ഏകദേശം അൻസിബയുടെ സംസാരം തീർന്നായിരുന്നു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. എല്ലാവരും പുറത്തായിരുന്നു. അപ്പൊ ഇതൊന്നും ആരും കേട്ടുമില്ല. അങ്ങനെ ഒരു വിഷയമാണ്. കേട്ടിട്ട് പറഞ്ഞിട്ടല്ല ഞാൻ പറയണേ, ഉണ്ടായ സംഭവം അതാ. എനിക്കറിയാതെ ഞാൻ കണ്ടോണ്ട് നിൽക്കുക. അത് ഞാൻ ഓർക്കും ചെയ്തു, അൻസിബ സംസാരിച്ചപ്പോ ശ്വേതയും ഇവരും ആരും ഇല്ലല്ലോ. ഞാൻ ചിന്തിച്ചതാണത്. ഇവരൊക്കെ പുറത്തായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അമ്മയില് അൻസിബ സംസാരിക്കുന്ന കുറെ പോയിന്റ്സ് ശരിയായിരിക്കാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ശ്വേത സംസാരിക്കുന്നതും ശരിയായിരിക്കാം. ഇതിനകത്ത് വന്നിരിക്കുന്ന മെയിൻ പ്രശ്നങ്ങൾ കണക്ക് ട്രഷർ ഇല്ല, ട്രഷർ ഒപ്പിട്ടിട്ടില്ല. ഇതൊക്കെ വലിയ ബാധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഇരിക്കുന്ന അംഗങ്ങളിൽ ആരും പ്രതികരിക്കാതിരുന്നത് അവർക്ക് പ്രതികരിക്കാൻ അറിയാത്തോണ്ടല്ല, സങ്കടം കൊണ്ടാ, വേദന. എന്തു പറയും? ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇത്രയും ചെയ്ത് ശ്വേതയാണെങ്കിൽ ഈ മരുന്നും മേടിച്ച് ഇതിൽ നിൽക്കുന്ന അവര് ഇത്രയും ദൂരേന്ന് ഓരോ സ്ഥലത്തുനിന്നും വന്ന് നിൽക്കുന്ന ആൾക്കാർ ഇത് കണ്ട് എന്താ കൈയടിക്കണോ എന്താ ചെയ്യണ്ടേ എന്നറിയാൻ പറ്റാത്ത ഒരു 10-200 പേര് അതിനകത്തുണ്ട്. എനിക്കറിയാം. ഞാൻ ചോദിച്ചപ്പോൾ എന്ത് ചെയ്യും പ്രിയങ്ക, എന്താ ഞങ്ങൾ ചെയ്യണ്ടേ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. എന്താ ചെയ്യാം? അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. ചാടിക്കേറി കൈ പിടിച്ച് ബഹളം കൂട്ടി കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. ഒച്ചപ്പാടെടുത്ത് സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നു.
ബഹളം വെച്ച്. ഉം. ആ ഇരിക്കുന്ന ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെങ്കിലും ഒരു മാന്യത കൊടുക്കണം, കാരണം അദ്ദേഹം കണ്ടോണ്ടിരിക്കണത്. അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ചേച്ചി പറയുന്നത്. ഏത് ലാലേട്ടനെ പോലുള്ള ഒരു വലിയ നടൻ അവിടെ ഇരുന്നിട്ടും റെസ്പെക്ട് കൊടുക്കേണ്ട രീതിയിൽ. അല്ല, റെസ്പെക്ട് അല്ല, ഇവര് ബഹളം ഉണ്ടാക്കുക. അങ്ങനെ ഞാൻ പറയട്ടെ, ഇപ്പം ഒരാള് കുറ്റം ആരോപിച്ച് അയാൾ തെറ്റാണ് ചെയ്തെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞ് എന്താണ് ജനബോഡി സൊല്യൂഷൻ വേണ്ടത്? അതെ. അവരെ മാറ്റി നിർത്തണോ, ഒരു മാസത്തേക്ക് ഇതാക്കണോ, അതെ സസ്പെൻഡ് ചെയ്യണോ, എന്താ വേണ്ടത് നിങ്ങൾ പറയൂ. അവര് പറയാ ഒരിക്കലും പറയില്ല, അവരെ അങ്ങ് പുറത്താക്കുന്നു പറയില്ല. പുറത്താക്കിയാലും പറഞ്ഞു. എല്ലാരും അതിന് മാത്രം ബഹളം വെച്ചു. പിന്നെ രാജിവെച്ച് ഇറങ്ങിപ്പോയി, അംഗത്വം രാജിവെച്ച് പോയി, എന്നെ സപ്പോർട്ടൊന്നും ചെയ്യാതെ ഇങ്ങനെ നിന്നു. അപ്പോ ഈ പറഞ്ഞ പോലെ തെറ്റുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെ അത് തിരുത്താൻ തയ്യാറായിട്ടില്ല ആരും.